പണി പൂർത്തിയാക്കിയ തലശ്ശേരി മാഹി ബൈപ്പാസ് ട്രയൽ റണ്ണിനായി തുറന്നു നൽകി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണി മുതലാണ് 5 ദിവസത്തേക്ക് ബൈപ്പാസ് തുറന്നു നൽകിയത്. ദേശീയപാത വിഭാഗം റീജിയണൽ ഓഫീസർ BL മീണ, പ്രൊജക്ട് ഡയറക്ടർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പുതിയ പാത ട്രയൽ റണ്ണിനായി തുറന്നു നൽകിയത്. നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് ഈ അഴിയൂരിലെയും അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് വരെയുള്ള ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ്. 65,000 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടുണ്ടാക്കിയ ദേശീയപാതയുടെ അതിൻ്റെ മുഴപ്പിലങ്ങാട് മുതൽ അഴിയൂർ വരെയുള്ള സ്ട്രെച്ചിൻ്റെ പണി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിമനോഹരമായ അല്ലെങ്കിൽ അതിവേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ആ റോഡ് ഇന്ന് ട്രയൽ റണ്ണിന് വേണ്ടിയിട്ട് തുറന്നിരിക്കുകയാണ്. ആ ട്രയൽ റണ്ണിൽ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ ട്രയൽ റണ്ണിൽ യാത്ര ചെയ്യുകയാണ്. ജനങ്ങളെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടി ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം തന്നെ ഈ റോഡിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മോദിജിയുടെ ഗ്യാരണ്ടി. ഈ കേരളത്തിലുള്ള മുഴുവൻ വികസന പദ്ധതികളും അത് നരേന്ദ്രമോദിയുടെ കരസ്പർശമുള്ള പദ്ധതികളാണ്. ഇതിലൊന്നും തന്നെ സംസ്ഥാന സർക്കാരിന് ഒന്നും അവകാശപ്പെടാനുള്ള ആ ഒരു മോദി ഗ്യാരണ്ടിയെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇനിയുള്ള 5 ദിവസങ്ങളിൽ പുതിയ പാതയിൽ വാഹനങ്ങൾക്ക് പ്രവേശിക്കാം. മുഴപ്പിലങ്ങാട് മുതൽ മാഹി അഴിയൂർ വരെയുള്ള 18.6 കിലോമീറ്റർ ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. തലശ്ശേരി മാഹി നഗരങ്ങളിൽ പ്രവേശിക്കാതെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ എത്തിച്ചേരാം. തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള യാത്രയ്ക്കാണ് ബൈപ്പാസ് വഴി തുറക്കുന്നത്. മുഴപ്പിലങ്ങാട്ട് നിന്ന് ധർമ്മടം, എരഞ്ഞോളി, തലശ്ശേരി, കോടിയേരി, മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ എത്തിച്ചേരുന്നത്. ഒരു മേൽപ്പാലം, ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ്, 21 അണ്ടർപാസുകൾ, ഒരു ടോൾ പാസ എന്നിവയുൾപ്പെടുന്നതാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. ബൈപ്പാസിന്റെ ഇരുഭാഗത്തും 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളുമുണ്ട്. എറണാകുളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല.